തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റു പരസ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കുന്ന കമാനങ്ങളിലും ബോർഡുകളിലും തെർമോക്കോൾ ഉപയോഗിച്ചുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് ജില്ലാ ഗ്രീൻ പ്രോട്ടോക്കോൾ നോഡൽ ഓഫീസർ അറിയിച്ചു. തെർമോക്കോൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് 10,000 രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടമനുസരിച്ചാണ് നടത്തേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നിലവിലുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തെർമോക്കോൾ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റ് പരസ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കുന്ന കമാനങ്ങളിലും ബോർഡുകളിലും തെർമോക്കോൾ ഉപയോഗിച്ചുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് ജില്ലാ ഗ്രീൻ പ്രോട്ടോക്കോൾ നോഡൽ ഓഫീസർ അറിയിച്ചു. ബോർഡുകളിലും മറ്റും പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര്, ഫോൺ നമ്പർ, റീസൈക്കിൾ ലോഗോ എന്നിവ വ്യക്തമായി കാണുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. നിരോധിത ഉൽപ്പന്നമല്ലെന്ന് കാണിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന സാക്ഷ്യപത്രമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ പ്രിന്റിങ്ങിനായി ഉപയോഗിക്കാവൂ. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ രേഖപ്പെടുത്തലുകൾ ഇല്ലാത്ത ബോർഡുകൾ പിടിച്ചെടുത്ത് നടപടി സ്വീകരിക്കുമെന്നും ഗ്രീൻ പ്രോട്ടോക്കോൾ നോഡൽ ഓഫീസർ അറിയിച്ചു. 100% കോട്ടൺ തുണിയിൽ എഴുതി തയ്യാറാക്കുന്നവയും അല്ലെങ്കിൽ കോട്ടൺ തുണിയും പേപ്പറും ചേർന്ന് നിർമ്മിക്കുന്ന വസ്തുവിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ബോർഡുകളും ബാനറുകളും ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പനമ്പായ, പുൽപ്പായ, ഓല, ഈറ്റ, മുള, പാള തുടങ്ങിയ പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ആകർഷകമായ പ്രചാരണ സാമഗ്രികൾ തയ്യാറാക്കാം. പ്രചാരണത്തിന് ഡിജിറ്റൽ സാധ്യതകളും ഉപയോഗിക്കാം. ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും കൂടാതെ കാഴ്ചയിൽ തുണിയോട് സാമ്യമുള്ള നോൺ വൂവൻ പോളിപ്രോപ്പലീൻ കൊണ്ടുള്ള ബോർഡുകളും ബാനറുകളും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശമുള്ളത്. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ നെറ്റ്.